നമ്മളങ്ങനെ ZLMC എത്തിയിരിക്കുകയാണ്. 4.5 മണിക്കൂറത്തെ ട്രാവലായിരുന്നു ഗ്രാസിൽ നിന്ന് ഇവിടെ വരെ. ഇനിയിപ്പോൾ നമ്മൾ ഹോട്ടലിലോട്ട് പോവാണ്. രാത്രിയായി, ഇപ്പം സമയം 6 മണിയായിട്ടേ ഉള്ളൂ. പക്ഷെ ഭയങ്കര ഇരുട്ടായി. ഇനി ഇവിടുന്ന് നമുക്ക് ബസ് കയറണം ഹോട്ടലിലേക്ക് പോകാൻ. ഇനി ബാക്കിയൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. ബസ്സിന് പോകണ്ട, നമ്മളെ ടാക്സി കയറിയത്. 1 മണിക്കൂർ. അതെ, ഭയങ്കര തണുപ്പാണ്. അപ്പം നമ്മൾ രാജകീയമായിട്ട് ടാക്സിയിൽ പോവാണ്. ചെറിയ ബാൽക്കണി ഒക്കെയാണ്. നമുക്ക് ഇപ്പം നോക്കി ഒന്നും കാണാൻ പറ്റത്തില്ലായിരിക്കും. പൂൾ ഇവിടാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ പൂളൊക്കെ കാണാം. രാവിലെ നല്ല വ്യൂ ആയിരിക്കും. സോ രാവിലെ കാണിക്കാം. ഇപ്പം രാത്രി ആയതുകൊണ്ട് ഒന്നും അങ്ങനെ വലുതായിട്ട് കാണാൻ പറ്റുന്നില്ല. നല്ല ഹോട്ടലാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു വിൻ്ററിൽ സ്നോഫോളൊക്കെ ഉള്ള ടൈമിൽ വന്നു കഴിഞ്ഞാൽ നല്ല ബെസ്റ്റാണെന്ന് തോന്നുന്നു. ഞാനിങ്ങനെ കുറേ ഫോട്ടോസൊക്കെ കണ്ടു. എന്താണെങ്കിലും നമ്മുടെ താഴത്തെ റെസ്റ്റോറൻറ്റ് 8:30 ആകുമ്പോൾ അടയ്ക്കും. അതിന് മുമ്പ് എന്തെങ്കിലും പോയി കഴിക്കണം. നന്നായിട്ട് വിശക്കുന്നുണ്ട്. ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു എംപ്ലോയി ഒരു കമ്പനിക്ക് കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഭാഗ്യമാണ്. കണ്ടോ, ഇവിടെ 2 ദിവസം വെക്കേഷൻ പോലെ ഹോളിഡേ എടുത്ത് വന്നിട്ട് ഇവിടെ ഇരുന്ന് പണിയെടുക്കുന്നു. ദീപു, എന്താ ഇത്? ആ നോക്കട്ടെ. ഇവരുടെ ഇൻഫർമേഷൻ, ഹോട്ടൽ ഇൻഫർമേഷൻസും റൂൾസും ഒക്കെ ഇതിൽ അവൈലബിൾ ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പം ഇതിൻ്റെ അകത്ത് ഈ വെൽനസ് ആൻഡ് സ്പോർട്ട്ലെസ് സ്പായും അതേപോലെ അവരുടെ റൂൾസും സോണും ഒക്കെ ഉണ്ട്. അതിൻ്റെ ഓപ്പണിംഗ് അവേഴ്സ് ഒക്കെ ഇവർ പറയുന്നുണ്ട്. വർക്ക് കഴിഞ്ഞോ? പോവാം, കഴിക്കാം. നന്നായിട്ട് വിശക്കുന്നുണ്ട്. അപ്പം ലെറ്റ്സ് ഗോ. സോ നമ്മൾ ഇന്നിവിടെ വന്നേക്കുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു സ്പെഷ്യൽ ഡേ ആണ്. അതായത് എനിക്ക് ഹലോ, ഗുഡ് മോർണിംഗ് ഫ്രം ZLMC. സോ നമ്മളിപ്പം ശാസ്ത്രപുരമുള്ള ZLMCയിലാണ്. ഇപ്പം ഞങ്ങളെല്ലാം റെഡിയായി. രാവിലെ ഇപ്പം 8 മണിയായിട്ടുണ്ട്. സോ നമ്മൾ റെഡിയായി. ഇവിടെ കുറച്ച് സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. കാപ്രോണിലുള്ള ടോപ്പ് ഓഫ് സാൾസ്ബർഗിലാണ് നമ്മൾ ആദ്യം പോകാൻ പോകുന്നത്. ഏകദേശം 3029 മീറ്റർ ടോപ്പിലാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ ഇന്നലെ രാത്രി ഞങ്ങളിവിടെ വന്നപ്പോൾ ഞാൻ നിങ്ങളെ കൂടുതൽ എനിക്ക് കാണിക്കാൻ പറ്റിയില്ല നമ്മുടെ ഹോട്ടലിൻ്റെ ബാൽക്കണി വ്യൂ ഒക്കെ. സോ നിങ്ങൾക്ക് ഇപ്പം ഞാൻ കാണിച്ചു തരാം. ഇന്ന് നല്ല സണ്ണി ഡേ ആണ് കേട്ടോ. നമ്മൾ 2 പേരും നല്ല മാച്ചിങ് ആയിട്ടുള്ള ഔട്ട്ഫിറ്റൊക്കെയാണ്. വൈറ്റ് ആൻഡ് വൈറ്റ് ആണ്. അപ്പോൾ ഇനി നമുക്ക് സമയം കളയണ്ട, അവിടെ പോയി ബാക്കി എല്ലാം കാണാം. ഓൾ സെറ്റ്.
ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ. വിൻ്ററൊക്കെ ആയി കഴിയുമ്പം മിക്കവരും ഈ സാൽസ്ബർഗ് ഏരിയയിലോട്ടൊക്കെ വരും. സ്കീയിങ്ങിന് ഇവിടുത്തെ മെയിനായിട്ട്, അതേപോലെ ഇവിടുത്തെ ആൾക്കാർക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു കാര്യമാണ് സ്കീയിങ്. സോ അതിന് വേണ്ടിയിട്ടൊക്കെ ഇവിടെ വരാറുണ്ട്. അടിപൊളി വ്യൂ ആണ് കേട്ടോ. ഇതുണ്ട്, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ മൗണ്ടൈൻ്റെ ടോപ്പ് കാണാം, പീക്കൊക്കെ കാണാം. അതേത് മൗണ്ടൈൻ ആണെന്ന് അറിയത്തില്ല. ഹോട്ടലിൽ ബ്രോഷർ ഉണ്ടായിരുന്നു പാരാഗ്ലൈഡിങ്ങിൻ്റെ. ബേസിക് ആയിട്ടുള്ള എത്ര 150 euros ആണ് പെർ ഹെഡ്. സോ അതും എനിക്ക് തോന്നുന്നു അവിടെ ചെന്നിട്ട് ടിക്കറ്റൊക്കെ എടുക്കാം. നീവു ഒന്ന് ട്രൈ ചെയ്യുന്ന പാരാഗ്ലൈഡിങ്? നമ്മളിപ്പം ബസ് സ്റ്റോപ്പിലേക്കാണ് നടക്കുന്നത്. ഒരു 15 minutes വോക്കുണ്ട്. അതിനുശേഷം അവിടുന്ന് 660 ബസ് കയറിയിട്ട് കിഡ്സ്റ്റൈൻ ഹോളിൽ ഇറങ്ങണം. അതും ഏകദേശം ഒരു 40 minutes ജേർണി ഉണ്ട് ബസ്സിൽ. അവിടുന്ന് പിന്നെ നമുക്ക് കേബിൾ കാർ കിട്ടും ഈ ടോപ്പ് ഓഫ് സാൽസ്ബർഗ് പോകാൻ. കുറേ പോയിന്റിൽ സ്റ്റോപ്പ് ചെയ്ത് നമ്മൾ മാറി മാറി കേബിൾ കാറിൽ കയറണം. അവിടെ ചെന്നിട്ട് അപ്പം നമുക്ക് ടിക്കറ്റൊക്കെ എടുക്കണം ഈ കേബിൾ കാറിൽ കയറാൻ വേണ്ടിയിട്ടുള്ളത്. നമ്മളിതാ ഈ ബസ്സിലാണ് കയറാൻ വേണ്ടിയിട്ട് പോകുന്നത്. 660 കിഡ്സ്റ്റൈൻ ഹോൺ ബെർഗ്ബാൻ. സോ ഇപ്പം വരും ബസ്. നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇവിടെയൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ മേളിലൊക്കെ മഞ്ഞ് വീണ് കിടപ്പുണ്ട് കേട്ടോ. ബസ് ട്രാവൽ പോലും അടിപൊളിയാണ് കേട്ടോ. 45 minute ഒക്കെ വേഗം നിൽക്കും. നമ്മളിവിടെ എത്തി. ഇനി ഇവിടുന്ന് നമുക്ക് മേളിലേക്കുള്ള കേബിൾ കാറിൽ പോകണം ടോപ്പ് ഓഫ് സാൽസ്ബർഗ് എത്താൻ വേണ്ടിയിട്ട്. ഈ ബസ്സിൽ നിന്ന് ഇറങ്ങിയവരെല്ലാം കണ്ടു ഇതേപോലെ സ്കീയിങ്ങിന് വേണ്ടിയിട്ടുള്ള എക്യുപ്മെൻറ്റ് എല്ലാം ആയിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. ഇവിടെ ഞാൻ പറഞ്ഞ മോസ്റ്റ്ലി ആൾക്കാർ വരുന്നത് സ്കീയിങ് ആണ്. നമുക്കിനി പോകാൻ വേണ്ടിയിട്ട് വൺ ഡേ ടിക്കറ്റിന് ഇതൊക്കെയാണ് കേട്ടോ റേറ്റ്. നമ്മളങ്ങനെ ടോപ്പ് ഓഫ് സാൽസ്ബർഗിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ടിക്കറ്റ് എടുത്തു. ഒരാൾക്ക് ഏകദേശം 75 euros ആണ് ആയിട്ടുള്ളത്. 54 euros അവൈലബിൾ ആണ്. പക്ഷേ 54 എന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ ടൈം നമുക്ക് താഴെ നിന്ന് മേളിലോട്ട്, അതേപോലെ മേളിൽ നിന്ന് താഴോട്ടേ വരാൻ പറ്റത്തുള്ളൂ. ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ കുറേ സ്റ്റോപ്പുകളുണ്ട്. അപ്പോൾ നമുക്ക് അവിടുന്ന് വേറെ ഏതെങ്കിലും റൂട്ടിലോട്ട് പോകണമെങ്കിൽ അത് പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ 75 euros എടുത്തത്. അപ്പം വൺ ഡേ ടിക്കറ്റാണ് ഇത്. ഇതിൽ നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും ഏത് റൂട്ടിൽ വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് പോകാം. ഇപ്പം നമ്മൾ സമ്മറിലാണ് വരുന്നതെങ്കിൽ, അതായത് ഓൾമോസ്റ്റ് ഒരു എൻഡ് ഓഫ് ഒക്ടോബർ വരെ ഇവിടുത്തെ മിക്ക ഹോട്ടൽസും ഒരു ക്യാപ്രോൺ കാർഡ് പ്രൊവൈഡ് ചെയ്യും. അപ്പം ആ കാർഡ് വെച്ചിട്ട് ഈ ക്യാപ്രോണിലുള്ള ട്രാൻസ്പോർട്ടേഷനും അതേപോലെ ഈ ടോപ്പ് ഓഫ് സാൽസ്ബർഗ് പോകാൻ വേണ്ടിയിട്ടുള്ള കേബിൾ കാറും എല്ലാം ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഫ്രീ ആയിട്ട്. പക്ഷേ നമ്മളിപ്പം വന്നത് നവംബറിലായതുകൊണ്ട് അത് പ്രൊവൈഡ് ചെയ്തില്ല ആ ഹോട്ടൽ. അതുകൊണ്ട് ബെറ്റർ നിങ്ങൾ ഒക്ടോബർ എൻഡ് വരെയുള്ള ടൈമിൽ വരുവാണെങ്കിൽ അതായിരിക്കും ബെസ്റ്റ്. നിങ്ങൾക്ക് ബുക്ക് ചെയ്യുമ്പോൾ തന്നെ ഹോട്ടൽസ് ഏതൊക്കെയാണ് ഈ ഒരു കാർഡ് പ്രൊവൈഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മളിപ്പം ഗിംഫെൽവെ 3000 meter ടോപ്പിൽ വന്ന് ഇവിടെ നിൽക്കുവാണ്. ഇവിടെയൊക്കെ കുറേ കട്ടിയായിട്ട് കിടക്കുന്നത് കൊണ്ട് നമുക്ക് നടക്കാൻ പറ്റത്തില്ല, ഇവിടെ തെന്നുന്നുണ്ട്.
ഞങ്ങളുടെ ചുറ്റിനും മഞ്ഞും മലകളും ഒക്കെയാണ്.